വർക്കിംഗ് വുമൻസിന് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമായിരിക്കും. ഹലോ. അപ്പം ഇന്നത്തെ വീഡിയോ അങ്ങനെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ട് എടുക്കുന്ന വീഡിയോ ഒന്നും അല്ല കേട്ടോ. ഞാൻ വിചാരിച്ചു ഒരു ബിരിയാണി ഉണ്ടാക്കാമെന്ന്. അപ്പം ബിരിയാണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഉടായ്പ് ബിരിയാണി. അധികം നേരം അടുക്കളയിലൊന്നും നിൽക്കാൻ വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത ആളുകൾക്ക് ഉണ്ടാക്കാൻ പാകത്തിനകത്ത് ഭയങ്കര എളുപ്പമാണ്. നമ്മളൊരു ചോറും കറിയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതിനേക്കാളും ഈസിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൊരു സംഭവം കേട്ടോ. അത് എന്താ പറയണേ, മടി കാരണം അല്ലെങ്കിൽ സമയമില്ലാത്തത് കൊണ്ട് കണ്ടുപിടിച്ച ഒരു സാധനം. അപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് ഓഫുള്ള ദിവസമാണ്. അപ്പോൾ നാളെ ഓഫാണ്. എനിക്ക് നാളെ ഇപ്പോൾ ഒട്ടും പണിയെടുക്കാൻ താല്പര്യമില്ലാത്ത ദിവസമാണ്. നാളെ എവിടെയെങ്കിലും സിനിമയൊക്കെ കണ്ട് എന്തെങ്കിലുമൊക്കെ കഴിച്ച് വെറുതെ ഇരിക്കത്തുള്ളൂ. അപ്പം മാക്സിമം പണി ഞാൻ ഇന്ന് തീർക്കാൻ പോകുന്ന ഒരു ദിവസമാണ്. അപ്പം ഞാൻ ഇന്ന് 2 ചിക്കൻ കട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് ബിരിയാണിക്ക് മാറ്റി, കുറച്ചെണ്ണം ഫ്രൈ ചെയ്യാനായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റി. പിന്നെ ഈ 2 ചിക്കൻ്റെയും ലെഗ് പീസസ് പിള്ളേർക്ക് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ടുള്ള റോള്, ഷവർമ പോലെ എന്തെങ്കിലും റോളൊക്കെ ഉണ്ടാക്കി കൊടുത്തു വിടും. അപ്പം അങ്ങനെ ചെയ്യാനായിട്ട് ലെഗും തൈസൊക്കെ കൂടി മാറ്റി വെച്ച് അങ്ങനെ. പിന്നെ വെജിറ്റബിൾസ് ഒക്കെ ആണെങ്കിലും കുറേ കട്ട് ചെയ്തും അങ്ങനെയൊക്കെ പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. ഇത് മൊത്തം മെസ്സായിട്ട് കിടക്കുവാണ്. എല്ലാം ഞാനിങ്ങനെ ഇത് ചെയ്തിട്ടേക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് പേർക്കെങ്കിലും ഹെൽപ്ഫുൾ ആയിരിക്കും. പ്രത്യേകിച്ച് വർക്കിംഗ് വുമൻസിന് ഒരു വെറൈറ്റി പക്ക പെർഫെക്റ്റ് ബിരിയാണിയുടെ ഇതൊന്നും കാണത്തില്ല. എന്നാൽ പോലും അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിട്ടും ഈസി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ഈസിയാണ്. അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. അപ്പോൾ നമുക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നുള്ളത്. വലിയ സംഭവങ്ങളൊന്നുമില്ല, ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു ബിരിയാണി കേട്ടോ. അപ്പോൾ നമുക്ക് എന്താ ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. ഞാനിവിടെ കുറച്ച് ഓണിയൻസ് അങ്ങനെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓണിയൻ ഇങ്ങനെ ഞാൻ അവധി കിട്ടുമ്പോൾ ഫ്രൈ ചെയ്ത് വെക്കാറുണ്ട്. ഇടയ്ക്ക് വെക്കുന്ന ചിക്കൻ കറി അല്ല ബീഫൊക്കെ കറി വെക്കുമ്പോൾ ഇത് കൂട്ടി കുറച്ചെടുത്തിട്ട് ഇത് പൊടിയാക്കി വെക്കും. അപ്പോൾ അതെടുത്തിട്ട് ഇടുവാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഫ്രൈ ചെയ്ത് ഓണിയൻ ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എടുക്കാം. ഇനി ഇതില്ലെന്ന് ഓർത്തുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. ഈ ഒരു ഫ്രൈഡ് ഓണിയൻ്റെ ഫ്ലേവർ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഇടുന്നതേ ഉള്ളൂ. തന്നെ രീതി ഞാൻ ബിരിയാണിയെ മാത്രം ഉദ്ദേശിച്ച് എടുത്തേക്കുന്നതുമല്ല. ഞാൻ എല്ലാ ആഴ്ചയും ഇങ്ങനെ ഫ്രൈ ചെയ്ത് വെക്കാറുള്ളതാണ്. പിന്നെ കുറച്ച് ഓണിയൻ, 2 ഓണിയൻ ഉണ്ട് കേട്ടോ, വെറുതെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ മല്ലിയിലയും പുതിനയിലയും കൂടി ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബിരിയാണിക്ക് ഫ്ലേവർ കൂട്ടാൻ എപ്പോഴും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഇടുക എന്നുള്ളത്. പിന്നെ ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ കൂടി ഇവിടെ ഇങ്ങനെ ചതച്ച് വെച്ചിട്ടുണ്ട്. അരിഞ്ഞാണേലും കുഴപ്പമില്ല, എനിക്ക് ചതച്ച ഒരു ഫ്ലേവർ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇത്രയും സാധനങ്ങളാണ് എടുത്തേക്കുന്നത്. പിന്നെ ഞാനിതിൽ ഇടാൻ പോകണ മസാല എന്ന് പറഞ്ഞാൽ കുറച്ച് കുരുമുളക് പൊടി ഇടും, മല്ലിപ്പൊടി ഇടത്തില്ല കേട്ടോ. കുരുമുളക് പൊടിയും പിന്നെ നമ്മൾ ഗരം മസാല, വീട്ടിൽ പൊടിച്ചിട്ടുള്ള ഗരം മസാലയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അതും മഞ്ഞൾപ്പൊടിയും മാത്രമാണ് ഇടാറുള്ളൂ. ഇതിൽ വേറെ ഒരു മസാലയും നമ്മൾ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. ഇവിടെ കുറച്ച് വെള്ളം ഞാൻ തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് അളവൊന്നുമില്ല, അരി നമുക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാൻ. ഞാൻ തിളപ്പിച്ച് ഊറ്റുവാണ് കേട്ടോ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരു തിളപ്പിച്ച് ഊറ്റുകയെന്ന് പറഞ്ഞാലും പ്രത്യേക രീതിയിൽ നമ്മൾ ഇതിൽ നിന്ന് ഊറ്റി എടുക്കുന്നില്ല. അരി ഒരു ഹാഫ് കുക്ക് ആകുമ്പോൾ നമ്മൾ ഇതിൽ നിന്ന് കോരി നേരെ ചിക്കൻ്റെ അകത്തേക്ക് ഇടുക ചെയ്യുന്നത്. ഊറ്റി നമ്മൾ സെപ്പറേറ്റ് വെക്കുന്നില്ല കേട്ടോ, റെഡിമെയ്ഡായിട്ട് എടുത്തിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ തിളയ്ക്കണ വെള്ളത്തിലേക്ക് ഞാൻ എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്യുന്നത് കുറച്ച് പാലാണ്. എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ റൈസിന് നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റൊക്കെ കിട്ടും. അപ്പോൾ അതിന് അളവൊന്നുമില്ല കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഒഴിക്കാം. വെള്ളവും പാലൊക്കെ വേണമെങ്കിൽ ഒരേ അളവിലൊക്കെ എടുക്കാം. ഞാൻ അത്ര എടുത്തിട്ടില്ല, കുറച്ച് ഒഴിച്ചു. അപ്പോൾ ഇതിൽ വെന്ത് കിട്ടുന്ന റൈസിന് ഒരു പ്രത്യേക ഫ്ലേവർ ഉണ്ടായിരിക്കും. ഉപ്പൊക്കെ ഇട്ടേക്കുന്ന ഒരു വെള്ളമാണ് കേട്ടോ അത്. പിന്നെ എടുത്തേക്കണത് ചിക്കൻ. അപ്പോൾ ഇതൊരു 2 കിലോയുള്ള ഒരു ചിക്കൻ്റെ തൈസും ലെഗും മാറ്റിയിട്ട് ബാക്കിയുള്ള പീസുകൾ ഞാൻ കട്ട് ചെയ്തെടുത്തേക്കുന്നതാണ്. അപ്പോൾ അത് എല്ലുള്ളത് ഇട്ടെന്ന് ഓർത്തോണ്ടൊന്നും കുഴപ്പമില്ല. ഇതിൻ്റെ അത് ചില ഏരിയകളിലൊക്കെ എല്ലുള്ളതൊക്കെ ഉണ്ട്, അങ്ങനെയൊന്നുമില്ല. ഹോൾ ചിക്കൻ കട്ട് ചെയ്തിട്ടും എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഈ ചിക്കൻ നമ്മൾ സെപ്പറേറ്റ് കുക്ക് ചെയ്തിട്ടല്ല ഈ ബിരിയാണി ഉണ്ടാക്കുന്നത് കേട്ടോ. ഇത് ഈ ചിക്കൻ്റെ മസാല എല്ലാം കൂടി ഡയറക്റ്റ് ഇതിലേക്ക് ഇട്ടിട്ട് നമ്മൾ ഹാഫ് കുക്ക് ചെയ്ത റൈസും കൂടി ഇട്ടിട്ട് ഒരുമിച്ചങ്ങ് ദം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ചിക്കൻ കുക്കാകുമെന്നൊക്കെ നമുക്കൊരു സംശയം തോന്നും, പക്ഷെ ഒരു കുഴപ്പമില്ല കേട്ടോ. ചിക്കൻ നന്നായിട്ട് കുക്കായിട്ട് കിട്ടും. അപ്പോൾ അത് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ചിക്കൻ എത്രത്തോളം കുക്കായിട്ടുണ്ടെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഈ ഒരു മസാലയിൽ തക്കാളിയും ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഇടാം. ഞാൻ തക്കാളി ഇടുന്നില്ല. പിള്ളേർക്ക് ആണെങ്കിലും കുറച്ച് ഒരു ബിരിയാണിയിൽ പുളി വരുന്നത് വലിയ താല്പര്യമില്ല. എൻ്റെ കയ്യിലിരിക്കുന്ന തക്കാളി അത്ര നല്ല പഴുത്തതല്ല, അപ്പോൾ അതിട്ട് ഒരു പുളിയായിപ്പോൾ തൈര് 1 സ്പൂൺ ഇടുന്നുണ്ട് എന്തായാലും. അപ്പോൾ ഞാൻ റൈസ് ഇതിൻ്റെ അകത്തേക്ക് ഇടുക കേട്ടോ. വെള്ളം തിളച്ചതിന് ശേഷം ഇട്ടാൽ മതി.
അപ്പോൾ നമുക്ക് ഇതൊന്ന് തിളയ്ക്കുന്ന സമയം കൊണ്ട്, റൈസ് ഹാഫ് കുക്കാവുന്ന സമയം കൊണ്ട് നമ്മുടെ ചിക്കൻ ചാത്തനൊക്കെ സംഭവങ്ങളാണ് ചേർക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ചിക്കനിലേക്ക് ആദ്യം ഈ 2 സവോള ഇടുന്നുണ്ട്. 2 സവോള അത് ചെറുതായിട്ട് അരിയണമായിരിക്കും നല്ലത് കേട്ടോ. നീളത്തിൽ അരിയണേക്കാളും ഇങ്ങനെ കൊത്തി അരിഞ്ഞ പോലെ ചെയ്യത്തില്ലേ, അതായിരിക്കും ഒന്നും കൂടി നല്ലത്. അടുത്തത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ചത്. ഇത് ഉണ്ടാക്കാൻ ഈസി ആണെന്നാണ് കേട്ടോ ഉള്ളൂ. അതല്ലാതെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ടെന്ന് പറയുന്നില്ല. ഇപ്പോൾ ഈ പറഞ്ഞ സവോള, ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ മല്ലിയില അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമുക്കിതിന് ആവശ്യമുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന ഓണിയൻ ഉണ്ടല്ലോ, അത് കുറച്ചെടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തേക്കൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ച് ഇട്ട് കൊടുക്കാം. അത് നല്ലൊരു ഫ്ലേവർ ഇതിന് കിട്ടും. കുറച്ച് നമുക്ക് ബിരിയാണിയുടെ മേളിലിടാനായിട്ടും ഉപയോഗിക്കുന്നത് നിർബന്ധമൊന്നുമില്ല കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഹോളിഡേയിൽ അല്ലെങ്കിൽ ഓഫ് ഡേയ്സിൽ ഇങ്ങനെ ചെയ്ത് വെക്കാറുള്ളത്, അതുകൊണ്ട് ഇട്ടെന്നേ ഉള്ളൂ. ആദ്യം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി കൂടുതൽ ഇടാൻ ഇതിൽ വേറെ ചിക്കൻ മസാല അങ്ങനെയൊന്നും ചേർക്കുന്നില്ലാത്തതുകൊണ്ട് ചെറിയൊരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് ഗരം മസാലയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഞാൻ പൊടിച്ചെടുത്തേക്കുന്ന ഞാനൊരു 10 ഏലക്ക എടുക്കും, 20 ഗ്രാമ്പും എടുക്കും, കറുവപ്പട്ട നമ്മുടെ ഒരു വിരലിൻ്റെ നീളമൊക്കെ ഉള്ള ഒരു കറുവപ്പട്ട 1 പീസ് എടുക്കാം. വിരലിൻ്റെ ഒക്കെ തന്നെ നമ്മുടെ ഒരു എന്താണ് ഈ ഒരു ചൂണ്ടുവിരലിൻ്റെ ഒക്കെ വീതിയിൽ വരുന്ന അത്രയും തന്നെയൊക്കെ നീളമുള്ള 1 പീസ് കറുവപ്പട്ട, പിന്നെ പെരിഞ്ചീരകം ഒരു 3 ടേബിൾ സ്പൂൺ ഇത്ര ഇട്ടിട്ട് വറുക്കാണ്ടാട്ടോ പൊടിച്ചെടുക്കുന്നത് ഞാൻ. അപ്പോൾ ഇത് നമുക്കൊരു ഈ ഒരു മസാല മാത്രമല്ലേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ നമുക്കൊരു 1 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ഈ ഒരു ഗരം മസാല ചേർക്കാം. അത് നമ്മൾ പൊടിച്ചെടുക്കുന്നതായതുകൊണ്ട് തന്നെ നല്ല ഫ്ലേവറുണ്ട്. അധികമായി പോയി കഴിഞ്ഞാൽ കഴിക്കും കേട്ടോ. പിന്നെ ബേ ലീഫ് വേണമെങ്കിൽ 2-3 എണ്ണ ഇടാം. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ നമ്മുടെ ഷാജീര എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടല്ലോ, ബിരിയാണി മസാലയിലൊക്കെ ഇടുന്ന ആ ഒരു സാധനം, ആ ഒരു ജീരകം ഒരു 2 സ്പൂണോളം 2 ടീസ്പൂണോളം അതും കൂടിയും ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത്രയും സംഭവങ്ങൾ ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് ഉപ്പിടണം. കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിനയിലയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് കുറച്ച് ഇതിൻ്റെ അകത്ത് ഇടുന്നുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എത്രത്തോളമാണോ ഇഷ്ടമുള്ളത് അതനുസരിച്ച് ചേർക്കാവുന്നതാണ്. എൻ്റെ ഈ മഞ്ഞപ്പൊടി ഉണ്ടല്ലോ, നമ്മൾ വീട്ടിൽ പൊടിച്ചെടുത്തൊരു പൊടിയാണ്, അതുകൊണ്ട് തന്നെ അതിന് വലിയ കളറില്ല. അത് വേവുന്ന സമയത്ത് അതിൻ്റെ കളർ ഇറങ്ങി വരത്തുള്ളൂ. ഇപ്പം നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഒന്നും അതിന് ഒട്ടും കളറില്ല. ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും നന്നായിട്ട് കളർ ഇളകി വരും. അല്ലെ തന്നെ ഇത് ഭയങ്കര ബ്രൗണിഷ് അങ്ങനത്തെ കളറൊന്നും ഈ ഒരു സാധനത്തിന് കാണത്തില്ല കേട്ടോ. കുറച്ച് യെല്ലോയിഷ് ഒക്കെ ആയിട്ടിരിക്കുന്ന ഒരു ബിരിയാണിയാണ്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മൾ ഇടുന്ന മസാല. പക്ഷെ നല്ല ഫ്ലേവർ ഉണ്ടാകും കേട്ടോ. ഇനി ഒരു സ്പൂൺ തൈരും കൂടി നമുക്ക് ഇട്ടേക്കാം. ഇപ്പം വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല. നമ്മൾ ഇത്രയൊരു തൈര് ഒരു ടേബിൾ സ്പൂൺ കാണുള്ളൂ. പുളിയില്ലാത്ത തൈരൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി കൂടുതലിടാം. ഇതിനിപ്പോൾ അത്യാവശ്യം ചെറിയൊരു പുളിയുണ്ട്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇതിൻ്റെ ഉപ്പ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ തന്നെ ഇതിൻ്റെ ഗ്രേവിയിലൊന്ന് തൊട്ട് നോക്കിയാലേ അറിയത്തുള്ളൂ കേട്ടോ. കറക്റ്റ് കണക്കുള്ളവർക്ക് അങ്ങനെ ഉപ്പ് ഇട്ടാൽ മതി. അളന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ടേസ്റ്റ് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചിക്കൻ റെഡിയായി. ഇനി ഇതിനെ നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് വെക്കുക. അതുപോലെ അടി അത്യാവശ്യം കട്ടിയുള്ളൊരു പാത്രത്തിൽ ഉണ്ടാക്കാനായിട്ടും നോക്കണം കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ മൂട്ടി പിടിക്കും. നമുക്കിതിൻ്റെ ഇടയിൽ ഇത് ഇളക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പം നമ്മുടെ ചോറ് ഇവിടെ ഇരുന്നിട്ട് നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്. പാലും കൂടി ഒഴിച്ചുകൊണ്ട് അരിക്ക് ചോറിന് നല്ല നിറം ഉണ്ടാവും. അപ്പം അതെന്തായാലും ഒന്ന് വേവാനായിട്ടൊരു 3-4 മിനിറ്റ് സമയം നമുക്ക് കൊടുക്കാം. പിന്നെ ഓഫ് ഡേയ്സിൽ ഇങ്ങനെയാണ് കേട്ടോ. ഞാൻ ചിക്കനൊക്കെ കട്ട് ചെയ്ത് പലതായിട്ട് ഇങ്ങനെ വെക്കും. ഇത് ചിക്കൻ്റെ തൈസൊക്കെ കൂടിയാണ്, ലെഗും തൈസും. പിള്ളേർക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കാനായിട്ട് അത് വേവിച്ചിട്ട് അതിൽ നിന്ന് ചിക്കൻ ഷ്രെഡ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. പിന്നെ ഫ്രൈ ചെയ്യാനുള്ള ചിക്കൻ ഇങ്ങനെ ചെറുതായിട്ട്
അരിഞ്ഞൊക്കെ ഇട്ടേക്കും. അങ്ങനെ ഇപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ ആണെങ്കിലും ഇന്നത്തെ ഒരു ദിവസം മാക്സിമം ഞാൻ കുക്ക് ചെയ്ത് വെക്കാനായിട്ട് നോക്കും. അപ്പം നമ്മുടെ ബിരിയാണി സിമ്പിളാണെങ്കിലും നമുക്കും കുറച്ച് ഫാഷനിലൊക്കെ തന്നെ ഉണ്ടാക്കാം. അപ്പം നല്ല കളറ്, അതായത് ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ പോലെ കളറ് മിക്സ് ചെയ്ത് കിട്ടാനായിട്ട് ഞാൻ ചെയ്യാറുള്ള ഇങ്ങനെ മഞ്ഞപ്പൊടിക്കകത്തായിട്ട് ആ ചോറ് വെന്ത് വരുന്ന സമയത്ത് കുറച്ച് ചോറും വെള്ളവും കൂടി ഒരുമിച്ചെടുത്തിട്ട് ഒഴിച്ച് വയ്ക്കും, മിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇച്ചിരി കൂടുതൽ മഞ്ഞപ്പൊടി എടുക്കണം കേട്ടോ, എന്നാലേ ഉള്ളൂ ചോറിലേക്ക് നന്നായിട്ട് കളറ് പിടിക്കത്തുള്ളൂ. അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിങ്ങനെ ഒരു 5 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ, നേരത്തേക്ക് അത് നല്ല കളറാവും. നമ്മുടെ ചോറ് ഹാഫ് കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ചോറ് നേരെ കോരി നമ്മുടെ ചിക്കൻ്റെ അകത്തേക്ക് ഇടാനായിട്ട് പോവാണ് കേട്ടോ. നമ്മളിത് ഊറ്റുന്നില്ല, സെപ്പറേറ്റ് ആയിട്ട് ഊറ്റുന്നില്ല. ഒരു 60% 70% ഒക്കെ കുക്കായി വെച്ചാൽ മതി. അപ്പം നേരെ ചിക്കൻ്റെ അകത്തേക്ക് ഈ ചോറിടുകയാണ് ചെയ്യുന്നത്. അപ്പം എനിക്ക് ക്യാമറ പിടിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ രണ്ടും കൂടി ചെയ്യാൻ കുറച്ച് പാടാട്ടോ. അപ്പോൾ ഈ ചോറ് അധികം വെന്ത് പോവാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ. അധികം വെന്ത് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുക്ക് ചെയ്യാനുള്ളതല്ലേ. അപ്പം ഞാനിത് മൊത്തം ഒന്ന് വാരി ഇട്ടിട്ട് കാണിക്കാം കേട്ടോ. അതുപോലെ നമ്മൾ മറ്റേ മഞ്ഞളിട്ട റൈസില്ലേ, അത് ഞാൻ ഊറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇതുപോലെ ഒരു അരിപ്പയ്ക്കകത്തേക്ക് ഇട്ട് ആ വെള്ളം കഴുകിക്കളയൊന്നും വേണ്ട, മഞ്ഞൾ വെള്ളത്തോട് കൂടി ഇട്ടാൽ മതി. മഞ്ഞളിൻ്റെ വേറെ ചൊവയൊന്നും ഇതിനുണ്ടാകത്തൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഈ ചോറിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിലാക്കിയിട്ട് വെക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇത് ചോറിൻ്റെ നടുഭാഗത്തായിട്ടാണ് ഇടുന്നത്. അപ്പോൾ ഇത് മറ്റുള്ള ചോറുമായിട്ട് അധികം മിക്സ് ചെയ്യാതെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം നമുക്കിനി ബാക്കി കുറച്ച് നെയ്യും ഇലകളും ഒക്കെ ഇതിൻ്റെ അകത്തായിട്ട് ഇടാം. അപ്പം ആദ്യം ഞാൻ കുറച്ച് നെയ്യാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് നെയ്യ് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മളെ ഇലകൾ, പുതിനയിലയും മല്ലിയിലയും കൂടി, അതും ചിലർക്ക് ഇഷ്ടമില്ല കേട്ടോ ഇല ഇടുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറച്ച് ഇലകൾ ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് ഫ്രൈഡ് ഓണിയൻസ് ഇടുന്നുണ്ട്. എനിക്ക് ഫ്രൈഡ് ഓണിയൻസിൻ്റെ ഒരു ഫ്ലേവർ ഇതിൽ വരുന്നത് ഇഷ്ടമാണ് കേട്ടോ, അതുകൊണ്ട് ഇടുന്നതാണ്. വേണമെന്നില്ല, എന്നാലും ബിരിയാണിയുടേതായിട്ടുള്ളൊരു ഇത് കിട്ടണം എന്നുണ്ടെങ്കിൽ എപ്പോഴും ഫ്രൈഡ് ഓണിയൻസ് ഇടുന്നത് നല്ലതാണ്. ഓക്കെ, ഇത്രയും സംഭവങ്ങൾ ഇട്ടതിന് ശേഷം നമുക്കിത് മൂടാം. ദം ചെയ്യുന്ന പോലെ അങ്ങനെ മൈദയൊന്നും വെച്ചിട്ട് അടയ്ക്കുന്നൊന്നുമില്ല കേട്ടോ. നമ്മൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവമല്ലേ. സോ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റ് ഇത് ഹാഫ് അവർ കുക്ക് ചെയ്തു. അതായത് 15 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും 7 മിനിറ്റ്സ് മീഡിയം ഫ്ലെയിമിലും നെക്സ്റ്റ് 7 മിനിറ്റ്സ് സിമ്മിലും ഇട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി റെഡിയാണിത്. അതിന് ശേഷം ഞാനൊരു ഹാഫ് അവർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചു. അതായത് ജസ്റ്റ് ഹാഫ് അവർ കഴിയുമ്പോഴേ നമ്മളിത് ഓപ്പൺ ചെയ്യുന്നില്ല കേട്ടോ. ഇത് കുറച്ച് നേരം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണമായിരുന്നു. അപ്പോൾ അങ്ങനെ 1/2 മണിക്കൂർ ഇരുന്നും കൂടി വെന്തിട്ടുണ്ട്. ഇപ്പോഴും അത് നല്ല ചൂടാണ്. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, വേണം നമ്മൾ തിരക്കാണെങ്കിൽ നമുക്കിപ്പോൾ ഇത് എടുക്കാം, അടി ചേർത്ത് കോരി എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് റൈസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം, കാരണം നമ്മൾ കുറച്ച് യെല്ലോ റൈസും കൂടി ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ. ഞാനൊരു 10 മിനിറ്റ് ഈ ആവി ഒന്ന് ചെറുതായിട്ട് താഴാനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതല്ലെങ്കിൽ നമ്മുടെ ചോറ് കുഴഞ്ഞു പോകും. ഓൾറെഡി ഞാൻ ചോറ് കോരിയിട്ടപ്പം ക്യാമറയൊക്കെ ആയിട്ട് നിന്നപ്പോൾ കുറച്ച് ലേറ്റായി വാരി ഇടാനായിട്ട്. അപ്പോൾ ഓൾറെഡി അത് പെർഫെക്റ്റ്ലി കുക്ക്ഡ് ആയിട്ടാണ് നമ്മൾ റൈസ് ഇങ്ങോട്ട് മാറ്റിയത്. 70% അത് 90% കുക്കായതിന് ശേഷമാണ് മാറ്റിയത്. അതുകൊണ്ട് ഞാനിപ്പോൾ അത് ഇളക്കിയാൽ കുഴഞ്ഞു പോകും. അപ്പോൾ ഞാനൊരു 10 മിനിറ്റ് ഒന്ന് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ചതിന് ശേഷമാണ് കേട്ടോ ഇളക്കുന്നത്. നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പം അത്യാവശ്യം നല്ലതായിട്ട്
വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഞാനും കഴിച്ചു നോക്കട്ടെ. നന്നായിട്ടുണ്ട് കേട്ടോ. ആ മസാലയുടെ സംഭവങ്ങളെല്ലാം നല്ലപോലെ ഫ്ലേവർ ഇറങ്ങിയിട്ടുണ്ട്. ഇൻഫ്യൂസ് ആയിട്ടുണ്ട്. അതാണ് ഇത്രയും ഈസി ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയതാണെന്ന് തോന്നത്തില്ല. പക്ഷെ എന്നാൽ എന്താ പറയാ, നമ്മൾ സാധാരണ ഒരു ഇത് കഴിക്കുമ്പോൾ, ബിരിയാണി കഴിക്കുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു മടുപ്പ് അത് തോന്നത്തില്ല. ഇത് ചിക്കൻ്റെ അകത്ത് അങ്ങനെ ഓയിൽ ഒട്ടും തന്നെ ചേർത്തിട്ടില്ല. നമ്മള് റൈസിന്റെ അകത്ത് ഒഴിച്ചേക്കണ നെയ്യ് അതേ ഉള്ളൂ, അല്ലാണ്ട് ഓയിൽ അധികം ഇല്ല. സാധാരണ നമ്മൾ നോക്കുമ്പോൾ ഓയിലും ഒക്കെ ആയിട്ട് നമുക്കൊരു പെട്ടെന്നൊരു മടുപ്പ് ഫീൽ ചെയ്യും. പക്ഷെ ഇത് അങ്ങനത്തെ ഒരു ഇത് തോന്നുന്നില്ല. അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. ബൈ ബൈ.